ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട SCRT ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള IT സെക്ഷൻസ് ആണ്. അപ്പം ആദ്യമായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് സിജി ബിജു എന്നാണ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ഉപകാരപ്രദമായി തീരുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ IT റിലേറ്റഡ് ചെയ്ത് ഇപ്പം നമുക്ക് അറിയാം എല്ലാം AI ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻപുട്ട് യൂണിറ്റ് ഏത് എന്നിട്ടുള്ള രീതിയിൽ പുതിയ ടെക്സ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ IT ആണ്. ഇപ്പം ഇൻപുട്ട് യൂണിറ്റിനകത്ത് അതിനകത്ത് വരുന്നതാണ് ലൈറ്റ് സെൻസർ എന്ന് പറയുന്ന സംഭവം. എന്താണ് ലൈറ്റ് സെൻസർ ഉണ്ട്, IR സെൻസർ ഉണ്ട്, മൈക്ക് ഉണ്ട്, ക്യാമറയുണ്ട്. റോബോട്ട് റിലേറ്റ് ചെയ്ത് ലൈറ്റ് സെൻസർ ഇൻപുട്ട്, IR സെൻസർ, മൈക്ക്, ക്യാമറ. പ്രകാശത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് ലൈറ്റ് സെൻസർ. ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ സഹായത്തോടെ വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? IR സെൻസർ ഉപയോഗിക്കുന്നത്. ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ സഹായത്തോടെ വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ IR സെൻസറാണ് റോബോട്ടിനകത്ത് യൂസ് ചെയ്യുന്നത്. ചിത്രരൂപത്തിലുള്ള വിവരങ്ങൾ സ്വീകരിക്കുന്നതിന് ക്യാമറ. അപ്പം മൈക്ക് ആയാലും ക്യാമറ ആയാലും IR സെൻസർ ആയാലും ലൈറ്റ് സെൻസർ ആയാലും എല്ലാം എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ഇൻപുട്ട് യൂണിറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർഡുയിനോ എന്ന് പറയുന്നതും റാസ്പെറി പൈയും ESP32 ഇൻപുട്ട് ഉപകരണങ്ങളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രോസസ്സ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുകയും ഔട്ട്പുട്ട് ഉപകരണങ്ങൾ വഴി നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. അപ്പം ഇതിനകത്തുള്ള കൺട്രോൾ യൂണിറ്റിന് ആണ് ആർഡുയിനോ, ARDUINO, റാസ്പെറി പൈ, ESP32 ഇവയെല്ലാം എന്താണ്? ഒരു കൺട്രോൾ യൂണിറ്റ്. ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെ അനുസരിച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുകയും ഔട്ട്പുട്ട് ഉപകരണങ്ങൾ വഴി നടപ്പാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോബോട്ടിനകത്ത് യൂസ് ചെയ്യുന്ന കൺട്രോൾ യൂണിറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് ആർഡിനോ, റാസ്പെറി പൈ, ESP32. ഇപ്പം ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റോബോട്ടിനകത്തുള്ള കൺട്രോൾ യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് യൂണിറ്റ് ആയിട്ട് LED, ബസർ, സെർവോ മോട്ടർ. ഇപ്പം സെർവോ മോട്ടറൊക്കെ എന്താണ്? റോബോട്ടിനകത്തെ ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. പ്രകാശ രൂപത്തിൽ ഔട്ട്പുട്ട് പ്രദർശിപ്പിക്കുന്നതിന് LED യൂസ് ചെയ്യുന്നു. മറ്റൊരു നമ്മൾ എന്തോ പറഞ്ഞത്? സെൻസർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എന്താണ്? LED ആണ്. ഇനി ബസർ ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഇൻ റോബോട്ടാണ്. സെർവോ മോട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നതും ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. യാന്ത്രികമായ ചലനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് സെർവോ മോട്ടർ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കിയിട്ട് വരാം. ലൈറ്റ് സെൻസർ, IR സെൻസർ, മൈക്ക്, ക്യാമറ തുടങ്ങിയവ റോബോട്ടിൻ്റെ ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഓർഡിനോ, റാസ്പെറി പൈ, ESP32 കൺട്രോൾ യൂണിറ്റ് ആണ്. LED, ബസർ, സെർവോ മോട്ടർ തുടങ്ങിയവ ഔട്ട്പുട്ട് യൂണിറ്റും ആണ്. ഇനി റോബോട്ടിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് റോബോട്ടുകളുടെ രൂപകൽപ്പന, നിർമ്മാണം, പ്രവർത്തനം, നിയന്ത്രണ സോഫ്റ്റ്വെയറുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് റോബോട്ടിക്സ്. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ ശാസ്ത്രശാഖകളുടെ ഒരു സമന്വയം ആണ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. വ്യത്യസ്തങ്ങളായ ഈ മേഖലയിലുള്ള അറിവ് റോബോട്ടുകളുടെ നിർമ്മാണത്തിന് അനിവാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വികാസം എന്ന റോബോട്ടിക്സ് മേഖലയിലും പുത്തൻ ഉണർവാണ്. ഇനി മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഒരൊറ്റ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞൻ കമ്പ്യൂട്ടറാണ് മൈക്രോ കൺട്രോളർ. എന്താണ്? ഒരു IC ചിപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കമ്പ്യൂട്ടറാണ് മൈക്രോ കൺട്രോളർ. ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പ്രധാന ഘടകം പ്രോസസ്സർ, RAM, ROM, ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്നിവയെല്ലാം ഈ മൈക്രോ കൺട്രോളർ ചിപ്പിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മൈക്രോ കൺട്രോളറാണ്. ഇത് എവിടെ ഉണ്ടായിരിക്കുന്നത്? നമ്മളുടെ IC ചിപ്പിനകത്തായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പിലായിരിക്കും. ഇനി പ്രോസസ്സറും ഉണ്ടായിരിക്കും, RAM, ROM, ഇൻപുട്ട് അവയെല്ലാം ഈ പറയുന്ന ചിപ്പിനകത്ത് ഉണ്ടായിരിക്കും. ആ ചിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് റോബോട്ട്സ് റിലേറ്റ് ചെയ്ത് നമുക്ക് ബേസിക്കലി പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സസ് ഒക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 100 days സ്റ്റഡി പ്ലാൻസ് നമുക്ക് 10th ലെവൽ മെയിൻസ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതിന് 599 ആണ് മാത്സ് ഇല്ല, ബാലൻസ് എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആയിരിക്കും. 8078962109. അപ്പോൾ എല്ലാ ദിവസവും PDF അതുപോലെ തന്നെ വീഡിയോസും അവൈലബിൾ ആയിരിക്കും.
കൃത്യമായിട്ട് ഈസി ആയിട്ട് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഒരു 2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് നന്നായിട്ട് പഠിക്കുകയും റിവിഷൻ ചെയ്യുകയും ഒക്കെ ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, താല്പര്യമുള്ള ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.